ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എക്സാം വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് കുറെ എക്സാംസ് ഇപ്പൊ തന്നെ ഉണ്ട്. RRBയുടെ എക്സാംസ് വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ എക്സാംസ് ഉണ്ട്, JIയുടെ ഉണ്ട്, എയർമാൻ എക്സാം ഉണ്ട്. ഈ എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് സബ്ജക്റ്റിലേക്ക് ഒരു ടച്ചായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. സോ നോക്കുക, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ അടുത്തേക്കുന്നത് KCBAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ കോഡ് 098/2023 ആണ്. ക്വസ്റ്റ്യൻ കോഡ് നമ്പർ കൂടെ നടക്കുന്നത് 098/2023. അത് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം. രണ്ട് സിസ്റ്റം അവർ തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ബാൻഡ് വിഡ്ത്തിന് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇവിടെ നോക്കി നമുക്ക് എങ്ങനെയാണ് സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയായിരിക്കും? 1/1+ST എന്നാണ്, അല്ലെങ്കിൽ STO എന്ന് പറയുന്നത്. 1/1+ST എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ സിസ്റ്റം 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? S1 = 1/1+2S എന്നും, സിസ്റ്റം 2 നമുക്ക് എഴുതാൻ പറ്റും 1/1+5S എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക? എസിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ ടി എന്ന് പറയുന്നത്. അപ്പോൾ ടി ടൈം എന്തായിരിക്കും വരിക? ടി ഈസ് ഈക്വൽ ടു 2 വരും. ഫസ്റ്റ് കേസിൽ S1 ടി എന്തായിരിക്കും വരിക? ടി ഈസ് ഈക്വൽ ടു 2. S2 എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? സിസ്റ്റത്തിന് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 5 അല്ലെ. നമുക്കിവിടെ ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫ്രീക്വൻസി ആണ് അല്ലെ. ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ടൈമിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ എന്തായിരിക്കും വരിക? എഫ് അല്ലെ. സിസ്റ്റം നമ്പർ 1 എടുക്കുകയാണെങ്കിൽ അതിന്റെ F1 എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും വരിക? F1 എത്ര ആയിരിക്കും വരിക? 1/2 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. സിസ്റ്റം നമ്പർ 2 എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി F2 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ടൈം അറിയാമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. 1/5 എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1/5 0.2. അപ്പം ഞാൻ തന്നെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും വരിക? S1 വില 0.5 ആണ്, S2 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് അല്ലേ? ബാൻഡ് വിഡ്ത്ത് ഓഫ് സിസ്റ്റം എന്താ പറഞ്ഞേക്കുന്നത്? ബാൻഡ് വിഡ്ത്ത് ഓഫ് സിസ്റ്റം നമ്പർ 1 ഈസ് ഗ്രേറ്റർ ദാൻ. സിസ്റ്റം നമ്പർ 1ന്റെ ബാൻഡ് വിഡ്ത്ത് 0.5 ആണ്, 2ന്റെ 0.2 ആണ്. സിസ്റ്റം നമ്പർ 1ന്റെ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നത്. അപ്പം എന്തായിരിക്കും പറയുന്നത്? സിസ്റ്റം നമ്പർ 1ന്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് എത്ര ആയിട്ട് കിട്ടിയിട്ടുണ്ട്? 0.5 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സിസ്റ്റം നമ്പർ 2ന്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് 0.2 ആയിട്ട് കിട്ടും. മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 98/2023 59th ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആക്ച്വലി അവർ ചോദിച്ചിരിക്കുന്നത് condition for stability of a closed loop system with a characteristic equation തന്നിട്ടുണ്ട് അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതായിരിക്കും S³ പ്ലസ് എ അല്ലെ. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു റൂൾ ഉണ്ട്. എങ്ങനെയായിരിക്കും വരിക? A × S³ പ്ലസ് അല്ലെ BS² പ്ലസ് CS പ്ലസ് D ആണെങ്കിൽ B 0 ആണ് നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്കിൽ, ഇതാണ് നമ്മളെ ഇന്റേണൽ പ്രോഡക്റ്റ്. എന്താ? B × C ആണ് നമ്മളെ ഇന്റേണൽ പ്രോഡക്റ്റ്. ഇതെന്തായിരിക്കും വരിക? A × D ആയിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ പ്രോഡക്റ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വെൻ BC അതായത് ഇന്റേണൽ പ്രോഡക്റ്റ് BC ഗ്രേറ്റർ ദാൻ AD ആണെങ്കിൽ എന്തായിരിക്കും വരിക? സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും വരിക? BC is equal to A × D ആണെങ്കിൽ എന്തായിരിക്കും വരിക? ദിസ് മാർജിനലി സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. ആൻഡ് BC ലെസ് ദാൻ AD ആണെങ്കിൽ എന്തായിരിക്കും വരിക? അൺസ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം, കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക? സ്റ്റെബിലിറ്റി നമുക്ക് വേണമെങ്കിൽ ഇന്റേണൽ പ്രോഡക്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അല്ലെ, BC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും വരിക? AD ആയിരിക്കണം. ഇവിടെ എന്താ എയുടെ ഇക്വേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? S³ കോഎഫിഷ്യന്റ് 1 ആണ്. ഫോർ A is equal to 1. S³ S² കോഎഫിഷ്യന്റ് B ആണ്. B is equal to B. C എന്തായിരിക്കും വരിക? C is equal to C. D is equal to 1 ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും BC ഗ്രേറ്റർ ദാൻ AD ആണ്. എയുടെയും ഡിയുടെയും വില 1 ആയതുകൊണ്ട് BC ഗ്രേറ്റർ ദാൻ 1 നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ,
അടുത്ത തന്നെ അതേ കണക്ക് തന്നെ 60th ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിസ്റ്റം തന്നിട്ടുണ്ട്. സിസ്റ്റം S1 എത്രയായിരിക്കും വരിക? S1 is equal to ഒരു നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സിസ്റ്റം തന്നിട്ടുണ്ട്. S1 is equal to 10 divided by S plus 1 ഉം S2 is equal to 10 divided by S plus 2. രണ്ട് സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതാണ് ഫാസ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എങ്ങനെ നമ്മൾ എഴുതുന്ന സിസ്റ്റം നമ്പർ 1 നമുക്ക് എഴുതാൻ പറ്റും 10 divided by 1 plus S3 യും S2 എന്തായിരിക്കും വരിക 10 divided by ഇതായിരിക്കും. ഇവിടെ നമുക്ക് 1 plus S2 നമുക്ക് എഴുതണമെങ്കിൽ we have to take the 2 കോമൺ ആയിട്ട് നമുക്ക് എടുക്കണം അല്ലേ? അപ്പൊ 2 ഈ കോമൺ എടുക്കുമ്പോൾ നമുക്ക് 2 into അല്ലെ 1 plus S by 2 കിട്ടും അല്ലെ? അപ്പം ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് ST വരത്തില്ല 1 plus S വരും അല്ലെ? അപ്പം that is equal നമുക്ക് എഴുതാൻ പറ്റും 10 divided by 1 plus S ആണ് അല്ലെ? നമ്മളെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ 1 by 1 plus ST ആണ് അല്ലെ? ഇവിടെ എന്തായിരിക്കും വരിക? ഈ കേസിൽ നമുക്ക് T is equal to നമുക്ക് T എന്ന് പറയുന്നത് ടോ എന്നും പറയുന്നത് T is equal to 1 കിട്ടും. ഇവിടെ ടോ is equal to അല്ലെങ്കിൽ T is equal to ആയിരിക്കും വരിക 1 by 2. അപ്പൊ നമുക്ക് നോക്കി നമുക്കറിയാൻ പറ്റും ടൈം കുറഞ്ഞുള്ളത് അല്ലെ? ടിയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഫാസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഇവിടെ നോക്കി ഇവിടുത്തെ ടൈം എത്ര ആയിരിക്കും വരിക? ഇവിടെ നമുക്ക് T1 അല്ലെ ഫസ്റ്റ് സിസ്റ്റത്തിന്റെ ടൈം ടൈം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ T എന്നായിരിക്കും വരിക T is equal to ടൈം കോൺസ്റ്റന്റ് T is equal to നമുക്ക് 1 കിട്ടുന്നുണ്ട്. സെക്കൻഡ് സിസ്റ്റത്തിന്റെ ടൈം കോൺസ്റ്റന്റ് T is equal to നമുക്ക് 0.5 കിട്ടുന്നുണ്ട്. അപ്പം ഫാസ്റ്റർ ആവണമെങ്കിൽ എന്തായിരിക്കും വരിക? വളരെ പെട്ടെന്ന് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരണം പറ്റണം അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആരാണ് സിസ്റ്റം നമ്പർ 1 ഈസ് ഫാസ്റ്റർ ദാൻ സിസ്റ്റം 2 ആണോ? സിസ്റ്റം നമ്പർ 1 ഫാസ്റ്റർ ദാൻ സിസ്റ്റം 2 അല്ല. സിസ്റ്റം നമ്പർ 1 സ്ലോ ആണ് അല്ലെ? അത് കറക്റ്റ് ആണ്. കാര്യം സിസ്റ്റം നമ്പർ 1ന്റെ ടൈം കൂടുതലാണ് 2നെ കാട്ടി അല്ലെ? ഇവിടുത്തെ ടൈം 1 ആണ്, ഇവിടുത്തെ ടൈം 0.5 ആണ്. അപ്പം ഇവിടുത്തെ ടൈം കൂടുതലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സിസ്റ്റം 1 ഈസ് ലോവർ ദാൻ സിസ്റ്റം 2 എന്ന് പറയാൻ പറ്റും അല്ലെ? ബാക്കി ഓപ്ഷൻസ് രണ്ട് നമുക്ക് ബാക്കി 3 ഓപ്ഷൻസ് നമുക്ക് എഴുതിയിട്ടുണ്ട്. ടൈം കോൺസ്റ്റന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ടൈം കൂടുതലാണെങ്കിൽ അത് സ്ലോ ആയിരിക്കും. മോർ ടൈം ടു റീച്ച് ദ സ്റ്റഡി സ്റ്റേറ്റ് അതാണ് അർത്ഥം. അപ്പം സമയം കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സിസ്റ്റം സ്ലോ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത് ഈ ഒരു മോഡൽ നമ്മൾ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. KCBA പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ പോയാൽ നമ്മുടെ R(s) നമുക്ക് ഇൻപുട്ട് ആണെന്നറിയാം, C(s) നമ്മുടെ ഔട്ട്പുട്ട് ആണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് C(s) ഡിവൈഡഡ് ബൈ R(s) is equal to നമുക്കറിയാലോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആകുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഉണ്ടാവില്ല. ന്യൂമറേറ്റർ പോളിനോമിയൽ ഡിനോമിനേറ്റർ പോളിനോമിയൽ നമുക്കറിയാം. നമ്മളിവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്തായിരിക്കും? ആദ്യം നമുക്ക് ന്യൂമറേറ്റർ ഫില്ല് ചെയ്യണം. ന്യൂമറേറ്റർ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫോർവേഡ് പാത്ത് അല്ലെ? നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മേസൺ ഗെയിൻ ഫോർമുലയാണ്. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ആ മേസൺ ഗെയിൻ ഫോർമുല വെച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ RS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ആണ്, C(s) നമ്മുടെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഫോർവേഡ് പാത്ത് എങ്ങനെയായിരിക്കും വരിക? G1 G2 അല്ലെ? G1 G2 G4 G5 അതൊരു ഫോർവേഡ് പാത്ത് ആണ്. അപ്പൊ നമുക്ക് അത് എഴുതാം G1 G2 G4 G5 അതൊരു ഫോർവേഡ് പാത്ത് ആണ് അല്ലെ? പ്ലസ് പിന്നെ അടുത്ത എന്തായിരിക്കും വരിക? നമുക്ക് അടുത്ത ഫോർവേഡ് പാത്ത് എന്തായിരിക്കും വരിക? G1 G2 G4 G5 അല്ലെ? G1 G2 G3 G5 കറക്റ്റ് അല്ലേ? ആദ്യത്തെ ഫോർവേഡ് പാത്ത് G4 ആണ് അല്ലേ? G1 G2 G3 G5 G1 G2 G3 G5. അടുത്ത ഫോർവേഡ് പാത്ത് എങ്ങനെയായിരിക്കും വരിക? G1 G2 G4 G5 അല്ലെ? G1 G2 G4 G5 രണ്ട് ഫോർവേഡ് പാത്ത് അല്ലേ നമുക്കുള്ളൂ. ആദ്യം അതാണ് G1 G2 G3 G5 ഫോർവേഡ് പാത്ത് നമ്പർ 1, G1 G2 G4 G5 ഫോർവേഡ് പാത്ത് നമ്പർ 2. ഇനി എന്തായിരിക്കും വരിക? അപ്പൊ നമ്മൾ രണ്ട് ഫോർവേഡ് പാത്ത് നമ്മൾ എഴുതി 1 മൈനസ്. ഓക്കെ, ഇനി നമ്മൾ എന്തായിരിക്കും വരിക? നമുക്ക് ഇനി ഇൻഡിവിജ്വൽ ലൂപ്പ് എടുക്കുക. എന്തായിരിക്കും വരിക? ഇവിടുത്തെ ഇൻഡിവിജ്വൽ ലൂപ്പ് ആരായിരിക്കും വരിക? ഫസ്റ്റ് ലൂപ്പ് എങ്ങനെ ആയിരിക്കും? G2 അല്ല ഈ ലൂപ്പ്. ഈ G2 H1 ഇൻറ്റു ഇവിടെ വന്നു കയറിയിരിക്കുന്ന ഫീഡ്ബാക്ക് എന്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ? അപ്പൊ നമ്മൾ -1 കൊടുക്കണം. G2 H1 ഇൻറ്റു -1 അല്ലെ?
പ്ലസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് അതാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് നോക്കി, അടുത്ത ലൂപ്പ് ഏതായിരിക്കും വരിക? നമ്മളെ G5H2 അതും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? G5H2 അല്ലെ, G5H2 into -1. ഈ രണ്ട് ലൂപ്പ് നമ്മൾ ഇൻഡിവിജ്വൽ ലൂപ്പ് നമുക്ക് കഴിയും. അടുത്ത ഇൻഡിവിജ്വൽ ലൂപ്പ് നമുക്ക് ഏതായിരിക്കും വരിക? നോക്കി, G1 G2 G4 അല്ലയോ, G1 G2 G4 G5 വഴി കറങ്ങി നേരെ വീണ്ടും നമ്മളെ ഇൻപുട്ടിലേക്ക് പറഞ്ഞോടെ നമുക്ക് G1 അല്ലെ, G1 G2 G2 പിന്നെ G4 ൽ നിന്ന് പിന്നെ എങ്ങനെ വരും? G5 എന്തായിരിക്കും വരിക? നമ്മളുടെ ഇൻപുട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പം അതും എന്തായിരിക്കും വരിക? മൈനസ് ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? മൈനസ് നമ്മൾ കൊടുക്കണം. എങ്ങനെയായിരിക്കും? പ്ലസ് G1 എങ്ങനെയാ? G2 അല്ലെ, നമ്മൾ ഏതാ പറഞ്ഞത്? G1 G2 പറയും G1 G2 G4 G5 അല്ലെ, G4 G5 into -1 അല്ലെ, പ്ലസ് ഇനി ആരാ കിടക്കുന്നത്? ഇനി അടുത്ത ലൂപ്പ് എന്തായിരിക്കും വരിക? G1 G2 G3 G5 into -1 അല്ലെ, പ്ലസ് G1 G2 G3 G5 into -1. ഇത്രയായപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ലൂപ്പ് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും വരിക? 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് അല്ലെ, പ്ലസ് എന്തായിരിക്കും വരിക? സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്സ്. ഇവിടെ നമുക്ക് എന്താ നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടല്ലോ. നമ്മളെ ലൂപ്പ് നോക്കിയാൽ മതി. ഏതായിരിക്കും? G2H1 എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ഉണ്ട്, G5H2 അത് രണ്ടും എന്തായിരിക്കും വരിക? നോൺ ടച്ചിങ് ലൂപ്പാണ്. അപ്പൊ എങ്ങനെ ആയിരിക്കും വരിക? therefore G2H5 into അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, -1 അല്ല, അതിന്റെ പ്രോഡക്റ്റ് ആണ്, ഇൻറ്റു G5H2 into -1 എന്തായിരിക്കും? ജസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ എങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വരിക? G1 അല്ലെ, ന്യൂമറേറ്റർ എഴുതുക G1. നമുക്ക് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. നിങ്ങൾ അത് കമ്പയർ നോക്കിയാൽ മതി. ഓക്കെ, G1 G2 G4 G5 ഉണ്ടല്ലോ. G1 G2 G4 G5. അടുത്ത G1 G2 G3 G5 ഉണ്ട്. 1 ഈ G2H1 മൈനസ് ഉണ്ട് അല്ലെ, അപ്പൊ എന്തായിരിക്കും? ഇതെല്ലാം പ്ലസ് ആവും. 1 പ്ലസ് G2H1 1 പ്ലസ് G5H2 നടക്കുന്നു. പിന്നെന്താ? G1 G2 G4 അല്ലെ, G5 അല്ലെ, G1 G2 G4 G5 into -1. ഒരു -1 പുറത്തുണ്ട്. അപ്പൊ അതായിരിക്കും ആ ടേം നമുക്ക് കിട്ടി. പിന്നെന്താ? G1 G2 G3 G5 into -1 ഇതൊക്കെ -1 അപ്പോൾ ആ ടേം നമുക്ക് കിട്ടി. പിന്നെന്തായിരിക്കും വരിക? നമ്മൾ സം ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്സ് G2 G5 into -1 into G5 into H2 -1. അവിടെ -1 പ്ലസ് ആവും. അപ്പൊ എന്തായിരിക്കും? G2 G5 into H2 അല്ലെ, G2 G5 into H1 into H2. സോ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ മേസൺ ബീം ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെ വേണം നമ്മൾ ചെയ്ത് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുക, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മുടെ കോസൽ സിസ്റ്റം ആണ്. അതായത് നമ്മളെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ജസ്റ്റ് ഒരു പാർട്ട് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. ഇതും KCBയുടെ തന്നെ 225 അല്ലെ, ബൈ ട്രാൻസ്ഫർ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണത്. എ കോസൽ സിസ്റ്റം ഈസ് ആൾവേസ്, അത് നമ്മൾ ഓർത്ത് വെക്കണം. നമുക്കറിയാം രണ്ട് സിസ്റ്റം ഉണ്ട്, കോസൽ സിസ്റ്റം ഉണ്ട്, നോൺ കോസൽ സിസ്റ്റം ഉണ്ട്. എന്തായിരിക്കും വരിക? കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോസൽ സിഗ്നൽ പറ്റുന്ന തന്നെ നമുക്ക് പറയാം. എന്തായിരിക്കും വരിക? ഡിപ്പെൻസ് അപ്പോൺ, കോസൽ മീൻസ് എന്തായിരിക്കും വരിക? ഡിപ്പെൻസ് ഓൺ ആരൊക്കെ ആയിരിക്കും? ഡിപ്പെൻസ് ഓൺ പ്രസന്റ് ആൻഡ് പാസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം റെസ്പോൺസ് ഡിപ്പെൻസ് ഓൺ, ഔട്ട്പുട്ട് ഡിപ്പെൻസ് അപ്പോൺ, അല്ലെങ്കിൽ റെസ്പോൺസ് ഡിപ്പെൻസ് ഓൺ എന്തായിരിക്കും വരിക? ഓൺ പ്രസന്റ് ആൻഡ് പാസ്റ്റ്. ഫ്യൂച്ചർ വരത്തില്ല, ഫ്യൂച്ചർ വന്ന ആരായിരിക്കും വരിക? നോൺ കോസലിലേക്ക് പോകും അല്ലെ. ഈ കോസൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? കോസൽ സിസ്റ്റം ഒരു പോസിബിൾ സിസ്റ്റം ആണ്. കാര്യം ഫിസിക്കലി നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് കോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് നമുക്ക് കാര്യം, അതിന്റെ ഫ്യൂച്ചർ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമ്മൾ ആ സിസ്റ്റത്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപെൻഡ്സ് അപ്പോൺ പ്രസന്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറയാൻ പറ്റും. പിന്നെ എന്തായിരിക്കും വരിക? കോസൽ സിസ്റ്റംസ് ആർ പോസിബിൾ അല്ലെ, പോസിബിൾ സിസ്റ്റം ആണ് കോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. പോസിബിൾ കാര്യം because its response depends upon present input and past അല്ലെ, present and past inputs നമുക്ക് പറയാൻ പറ്റും. ഈ കോസൽ സിസ്റ്റം പറയുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നോൺ ആന്റിസിപ്പേറ്ററി ആണ് കേട്ടോ. കോസൽ സിസ്റ്റംസ് ആർ നോൺ ആന്റിസിപ്പേറ്ററി അല്ലെങ്കിൽ നോൺ ആന്റിസിപ്പേറ്റീവ് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കോസൽ സിസ്റ്റംസ് ഇതൊരു നോൺ ആന്റിസിപ്പേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ചോദിക്കാം എന്തായിരിക്കും നോൺ കോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നോൺ കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ആരൊക്കെ ആയിരിക്കും? പ്രസന്റ് ഉണ്ടാവും,
പാസ്റ്റ് ഉണ്ടാവും, ഇതായിരിക്കും വരിക ഫ്യൂച്ചറും ഉണ്ടാവും. ഈ നോൺ കോസൽ സിസ്റ്റംസ് ആർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആണ്. Non-causal systems are not possible and it is anticipatory നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ ആന്റിസിപ്പേറ്ററി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മളിപ്പം PSC തന്നെ നോക്കിയാൽ മതി. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറയുന്നത് അർത്ഥം എന്തായിരിക്കും? നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് ഫ്യൂച്ചർ ആണ്. അപ്പം ഫ്യൂച്ചറിന്റെ ആള് വരികയാണെങ്കിൽ അതായിരിക്കും വരിക, അത് നോൺ കോസൽ സിസ്റ്റം ആണ്. കോസൽ സിസ്റ്റത്തിന് അത് ആരില്ല, ഫ്യൂച്ചർ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കോസൽ സിസ്റ്റംസ് ആർ നോൺ ആന്റിസിപ്പേറ്റീവ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ കോസൽ സിസ്റ്റംസ് ആർ വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ പറ്റും. നമുക്ക് അതിനെ പറ്റിയിട്ട് പ്രസന്റ് വാല്യൂസ് നമുക്കുണ്ട്, പാസ്റ്റ് വാല്യൂസിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കി ഇതും എയുടെ ഒരു ബൈ ട്രാൻസ്മിഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ്, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എത്ര വന്നിട്ടുണ്ട് നമുക്ക്? ദാറ്റ് ഈസ് Z naught is equal to 200 ohm തന്നിട്ടുണ്ട്. ഈസ് ടെർമിനേറ്റഡ് വിത്ത് എ ലോഡ് ഇംപെഡൻസ് Z ലോഡ്, അല്ലെ? ലോഡ് ഇംപെഡൻസ് തന്നിട്ടുണ്ട് നമുക്ക് 400 പ്ലസ് J200, അല്ലെ? ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന്റെ ഇക്വേഷൻ ആയിരിക്കും വരിക Z naught is equal to square root of L by C, അല്ലെ? എന്തായിരിക്കും വരിക? Therefore നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നോർമലൈസ്ഡ് ഇംപെഡൻസ് ആണ്. Therefore നോർമലൈസ്ഡ് ഇംപെഡൻസ് is equal to നോർമലൈസ്ഡ് ഇംപെഡൻസ് is equal to എന്തായിരിക്കും വരിക? ലോഡ് ഇംപെഡൻസ് ഡിവൈഡഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ്. എത്ര ലോഡ് ഇംപെഡൻസ്? 400 പ്ലസ് J200 ഡിവൈഡഡ് ബൈ എത്ര? നമ്മുടെ ലോഡ് ഇംപെഡൻസ് 200 ആണ്, അല്ലെ? അപ്പൊ നമുക്ക് 2 പ്ലസ് 1J അല്ലെങ്കിൽ 2 പ്ലസ് J നമുക്ക് കിട്ടും. സോ 2 പ്ലസ് J ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ക്വസ്റ്റ്യൻ ക്ലാസ്സസ് നമുക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ്സസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു 5 to 6 മന്ത്സിനുള്ളിൽ നടക്കുന്ന നമ്മളുടെ AE എക്സാം, അത് കേരള വാട്ടർ അതോറിറ്റിയുടെ AE വിളിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റീസ് AE വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മൾ ക്ലാസ്സിലേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അത് കാണാം. താങ്ക് യു.